ഈ കിഴക്കമ്പലത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ എല്ലാ രാഷ്ട്രീയ കക്ഷികളും നിങ്ങളെ എതിർക്കാൻ അവർ ഒന്നിച്ചാണ്. പക്ഷേ ഈ കോൺഗ്രസിനെയും CPM-നെയും എതിർക്കാൻ ഏറ്റവും നല്ല വഴി BJP-യുടേതാണ് എന്ന് നിങ്ങൾ എപ്പോഴാണ് കരുതിയത്? അല്ല, അതിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്സുകാരൻ്റെ ബുദ്ധിവൈഭവം ഉണ്ടോ? അല്ല, ഞങ്ങൾക്ക് LDF-നെ അല്ലെങ്കിൽ UDF-നെ എതിർക്കുക എന്നുള്ളതല്ലായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. NDA-യിൽ ഞങ്ങൾ കൂടിയത് 2020-യുടെ വികസനക്ഷേമ മാതൃകയും NDA, അതായത് BJP ഗവൺമെൻറ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ വികസനക്ഷേമ മാതൃകയും രണ്ടും കൂടി സംയോജിക്കുമ്പോൾ വലിയൊരു മാറ്റം കേരളത്തിൽ കൊണ്ടുവരാം. ഞങ്ങൾ ഈ പറഞ്ഞ വിവാദങ്ങളിലേക്കല്ല പോകുന്നത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കാനല്ല ഞങ്ങൾ പോകുന്നത്. കേരളത്തിൽ യഥാർത്ഥമായിട്ടുള്ളൊരു വികസനം കൊണ്ടുവരണം, കേരളത്തെ രക്ഷപ്പെടുത്തണം. അതിനുള്ളൊരു ശ്രമമാണ് ഞങ്ങൾ NDA വഴി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ ഞാൻ അറിയുന്ന സാബു ജേക്കബ് ഒരു സെക്കുലർ ഗൈയാണ്, സെക്കുലർ പേഴ്സണാണ്. അപ്പോൾ താങ്കൾ ഈ BJP പോലൊരു പ്രസ്ഥാനത്തോട് പിന്തുടരുമ്പോൾ, അല്ലെ അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, താങ്കളുടെ 2020-യുടെ ഒരു മതേതര മുഖം, താങ്കൾ നിലനിർത്തുന്ന ഒരു സെക്കുലറിസ്റ്റ് കാഴ്ചപ്പാടുകൾ അത് നഷ്ടമായി എന്നാരെങ്കിലും പറഞ്ഞാൽ താങ്കൾ എന്ത് മറുപടി പറയാം അവരോട്? ഇപ്പോൾ ഞാൻ ആദ്യം മുതൽ ഈ 14 വർഷമായിട്ട് പാലിച്ചു വരുന്നൊരു കാര്യമുണ്ട്. അതായത് മതം മതത്തിൻ്റെ വഴിക്ക് പോകണം, രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് പോകണം. മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല, രാഷ്ട്രീയം മതത്തിൽ ഇടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ കൂട്ടിയിണക്കി സംസാരിക്കാറുമില്ല. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഞാൻ നിലപാടില്ലാഞ്ഞിട്ടാണ് എന്ന് പലരും പറയാറുണ്ടെങ്കിലും ഞാൻ അതിൽ പറഞ്ഞ് കോൺട്രവേഴ്സി ഉണ്ടാക്കണ്ട. കാരണം എൻ്റെ ഒരു അഭിപ്രായം പറയുമ്പോൾ സ്വതന്ത്രമായിട്ടുള്ളൊരു അഭിപ്രായമായിരിക്കും, അത് ഏതെങ്കിലും മതങ്ങളെ വേദനിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അതിൽ അഭിപ്രായം പറയാതെ മാറി നിൽക്കുന്നത്. അപ്പോൾ അതെനിക്ക് നിലപാടില്ല എന്നുള്ള ആരോപണത്തിലേക്ക് വന്നു. അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഈ BJP ഒരു വർഗീയ കക്ഷിയാണ്, അവർ വർഗീയത ഇളക്കുന്നു എന്ന് ആരോപിക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ BJP 43 വർഷമായി ഇവിടെ BJP കേരളത്തിലുണ്ട്. എന്ത് വർഗീയതയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്? ഏതെങ്കിലും വർഗത്തിനോട് അങ്ങനെ ഒരു തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നെങ്കിൽ 2020-യുടെ നേതാവ് സാബു ജേക്കബ് ഒരു ക്രിസ്ത്യാനിയാണത്. എന്തുകൊണ്ട് അവരെന്നെ എടുത്തു? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.